ചരിത്ര പ്രസിദ്ധമായ മലനട ഉത്സവത്തിന് കൊടിയിറക്കം. പതിനായിരങ്ങൾക്ക് കാഴ്ചകളുടെ വർണ്ണവിസ്മയം തീർത്ത് മലനടയിൽ മലക്കുട മഹോത്സവത്തിന് കുടയിറങ്ങുകയായിരുന്നു. വലിയ എടുപ്പ് കുതിരകളും കാളകളും അണിനിരന്ന കെട്ടുകാഴ്ച ആവേശത്തിന്റെ തിരമാലകൾ തീർത്തു. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പ്രസിദ്ധമായ പോരുവഴി പെരുവരുത്തി മലനട. മീനമാസത്തിലെ 1-ാം വെള്ളിയാഴ്ച കൊടിയേറി 2-ാം വെള്ളിയാഴ്ചയാണ് ഇവിടെ മലക്കുട മഹോത്സവം നടക്കുന്നത്. പനമ്പെട്ടി, അമ്പലത്തും ഭാഗം, കമ്പലടി, പള്ളിമുറി, നടുവിലെ മുറി, വടക്കേ മുറി എന്നീ കരകളിൽ നിന്നും വലിയ എടുപ്പ് കുതിരകളും ഇടയ്ക്കാട് കരയിൽ നിന്ന് വലിയ എടുപ്പ് കാളയും ഇവയ്ക്ക് പുറമെ നൂറുകണക്കിന് ചെറുതും വലുതുമായ കെട്ടുകാഴ്ചകളും ഉത്സവത്തിൽ അണിനിരന്നു. ഉച്ചകഴിഞ്ഞ് വിവിധ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് തെക്കുവശമുള്ള മുരവു കണ്ടത്തിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാണികളുടെ കരഘോഷത്തോടെയും നൂറുകണക്കിന് ആളുകൾ തോളിലേന്തി എടുപ്പ് കുതിരകളും കാളകളും കൊണ്ടുവരുന്ന കാഴ്ചകൾ ഏറെ ഹൃദ്യവും ഹരം പകരുന്നതുമായിരുന്നു. വൈകുന്നേരത്തോടെ ക്ഷേത്ര ഉരാളി കുടയുമേന്തി മുരവു കണ്ടത്തിലെത്തി ആശീർവദിച്ചതോടെയാണ് കെട്ടുത്സവ ഉരുപ്പടികൾ മലനട കുന്നുകൾ കയറിയത്. ക്ഷേത്രത്തിന് വലയം തീർത്ത കെട്ടുകാഴ്ചകൾ പിന്നീട് മലയിറങ്ങി. വളരെയധികം ഐതിഹ്യവും പുരാണവും ചരിത്രവും പ്രസിദ്ധമായ മലനട ഉത്സവത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിരുന്നത്. മലനടയിലേക്ക് വിവിധ KSRTC ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസുകളും നടത്തിയിരുന്നു. ശാസ്താംകോട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും സജ്ജമായിരുന്നു. രാത്രിയിൽ തൂക്കവും തൃക്കൊടിത്താനം സച്ചിദാനന്ദന്റെ സംഗീത സദസ്സും പിന്നണി ഗായകൻ ഉണ്ണിമേനോന്റെ ഗാനമേളയും മലക്കുട മഹോത്സവത്തിന്റെ മാറ്റുകൂട്ടുകയായിരുന്നു. പോലീസിന്റെയും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ പ്രത്യേക സംരക്ഷണവും ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നു. പെരുവരുത്തി മലനടയിൽ നിന്നും ക്യാമറാമാൻ ജയമോഹൻ തമ്പിക്കൊപ്പം BR ശ്രീകുമാർ.